എല്ലാവർക്കും സുഖമല്ലേ? ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഒരൊറ്റ കാര്യം പറയുകയാണ്, നിങ്ങൾ ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് കാണണം. എന്തെന്നല്ലേ, രാജേഷിനെ കളിയാക്കി ചിരിക്കുകയാണ്. സാധാരണക്കാരായ പ്രേക്ഷകരാണ് കളിയാക്കി ചിരിക്കുന്നത്. 1-2 കമൻ്റ് അല്ല, മൊത്തത്തിൽ ചിരിയോട് ചിരിയാണ്. നിങ്ങൾ തന്നെ നോക്കൂ, എഴുതിയത് മരപ്പൊട്ടന് പൊട്ടന് എന്നൊക്കെയാണ്. എന്താണ് രാജേഷ് ഇതിൻ്റെ കാര്യം? അതായത് രാജേഷ് വീണ്ടും വലിയൊരു പൊട്ടത്തരവുമായി വന്നിട്ടുണ്ട്. കെ സുരേന്ദ്രനടക്കം രാജേഷിനെ വിളിച്ച് പറയുകയാണ്, രാജേഷേ നീ പൊട്ടത്തരം പറയേണ്ട രാജേഷേ, ഞങ്ങളുടെ പാർട്ടിക്ക് ഇനി ഒരൊറ്റ സീറ്റ് പോലും കിട്ടൂല രാജേഷേ, പ്ലീസ് രാജേഷേ ഒന്ന് അടങ്ങ് രാജേഷേ എന്ന് സുരേന്ദ്രൻ പോലും പറയുകയാണ്. എന്താണെന്നല്ലേ രാജേഷ് പറഞ്ഞ പൊട്ടത്തരം? ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, 2026 എന്തെങ്കിലും മുതൽ നിങ്ങൾ സക്സസ് ആവണം. നിങ്ങളുടെ ബാഡ്, അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് ബാഡ് ആയിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം. ചില ആൾക്കാർ പോർൺ അഡീഷനാണ്, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അതിന് നിങ്ങൾ ഒഴിവാക്കണം. മറ്റു ആൾക്കാർക്ക് പ്രണയമാണ്, അതിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു വർഷം സക്സസ് ആവണമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഉറപ്പായിട്ടും സക്സസ് ആവും. എൻ്റെ സ്വന്തം അനുഭവത്തിലാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ വർഷം വരെ സൗദി അറേബ്യയിൽ പണിയെടുത്ത് ചത്ത ഒരാളാണ് ഞാൻ. 3 വർഷം, അതായത് 1 വർഷം ഞാൻ അവിടെ എന്തൊക്കെയോ പണിയെടുത്ത്, അതിനുശേഷം ഞാൻ അടുത്ത മാനേജറും കാര്യങ്ങളൊക്കെ ആയി. 3 വർഷം പണിയെടുത്ത് ചത്ത ഒരാളാണ്. ഇപ്പം ഞാൻ സക്സസ് ആണ്. ഒരൊറ്റ വർഷം ഞാൻ കഠിനാധ്വാനം ചെയ്തത് കൊണ്ടാണ്. ഓക്കെ, ഇപ്പം എനിക്കൊരു മുംബൈയിൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും എല്ലാം ആവും. ഓക്കെ, അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കൂ, എന്നെ കൊണ്ട് എന്ത് പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സംസാരിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങൂ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കൂ, എന്താണ് നിങ്ങൾക്ക് പറ്റുന്നത് അത് നിങ്ങൾ ചെയ്തോളൂ. കുടുംബക്കാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കണ്ട. ഈ ഒരൊറ്റ വർഷം നിങ്ങൾക്ക് സക്സസ് ആവണമെന്ന് നിങ്ങൾ ചിന്തിക്കൂ. ഉറപ്പായിട്ടും 100% നിങ്ങൾ സക്സസ് ആവും. ഓക്കെ, അപ്പോൾ രാജേഷിനോട് പറയുകയാണ്, രാജേഷ് പറഞ്ഞ പൊട്ടത്തരം ഞാൻ സൈഡിൽ വെച്ചു തരാം. അതിനു മുമ്പ് രാജേഷിനോട് ഒരു കാര്യം പറയുകയാണ്, രാജേഷ് എന്തിനാണ് നിന്നെ വിജയിപ്പിച്ചത്? ജനങ്ങൾക്ക് നല്ലത് നീ ചെയ്യുമെന്ന് അവർ വിചാരിച്ചു. അതുകൊണ്ടാണ് തിരുവനന്തപുരക്കാരോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ BJP വോട്ടിട്ടത്? അപ്പോൾ അവർ പറയുകയാണ്, കുറേ വർഷമായി ബ്രോ ഇവിടെ LDF ആണ് ഭരിക്കുന്നത്, ഞങ്ങൾക്കൊരു ഭരണം അത്യാവശ്യമായി ഒന്ന് മാറണം, ഞങ്ങൾക്ക് മടുത്തു LDFന്റെ ഭരണവികാര വിരുദ്ധത ഞങ്ങൾക്ക് മടുത്തു, ആര്യ ഞങ്ങളെ ചതിച്ചു. പക്ഷേ ഞങ്ങൾ UDF വോട്ടിട്ടിട്ട് കാര്യമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരം ഒരു LDF കോട്ടയാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് BJPയെ അധികാരത്തിലെത്തിച്ചു. പക്ഷേ BJP ആകട്ടെ മേയറാക്കിയത് ഒരു മരപ്പൊട്ടനെയാണ്. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണെന്നാണ് നിലവിൽ ഈ പറയുന്ന തിരുവനന്തപുരക്കാർ പറയുന്നത്. രാജേഷ് അതെന്താണ്? രാജേഷ് അധികാരത്തിലേറിയിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല, ട്രോൾ വരികയാണ്. എന്താണിത്? ഇവിടെ നമുക്ക് ചിരിക്കാൻ, നമുക്ക് ആസ്വദിക്കാനും ചിരിക്കാനും ഇവിടെ സിനിമ ഇറങ്ങുന്നുണ്ട്, സിനിമയുടെ ട്രോൾ ഇറങ്ങുന്നുണ്ട്. അത് മതിയല്ലേ? രാജേഷിന്റെ ട്രോൾ നമുക്ക് വേണോ? എന്തിനാണ് രാജേഷ് നീ ഇങ്ങനെ പൊട്ടത്തരം പറയുന്നത്? നിന്നെ വിജയിപ്പിച്ചതിൽ ഒരു അർത്ഥമുണ്ട്, അത് നീ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് രാജേഷ് പുതുതായി വളമ്പിയ പൊട്ടത്തരം? ഞാനിത് പറയുന്നത് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും രാജേഷ് പഠിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും രാജേഷിന്റെ പൊട്ടത്തരം ഒന്നൊന്നായിട്ട് കേട്ട് നോക്കാം. ഓക്കെ, 113 കോടി രൂപ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കോർപ്പറേഷന് തരുമ്പോൾ അതിൽ നിന്നും കോർപ്പറേഷന് അതൊന്നും ലാഭം കിട്ടുമ്പോൾ ന്യായമായിട്ട് നിങ്ങളുടെ ഒരു അവകാശമില്ല കോർപ്പറേഷന് ലാഭം കിട്ടണമെന്ന്. എന്തായാലും വേണം. ഈ സ്ഥാപനം നിലനിൽക്കട്ടെ. 113 കോടി രൂപ ഇത്ര വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലാഭം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഉണ്ടാകുമ്പോൾ കോർപ്പറേഷനോട് ലാഭം ഷെയർ ചെയ്യാമെന്നുള്ള ഒരു എഗ്രിമെന്റ് എഴുതിയിരിക്കുമ്പോൾ ആ എഗ്രിമെന്റ് പാലിക്കേണ്ട ആവശ്യമില്ല. അത് ഒരു സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക്, മേയർ എന്നുള്ള നിലയ്ക്ക് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത്. ഈ എഗ്രിമെന്റിൽ പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ മാത്രമാണ് പറഞ്ഞത്. ഇതിൽ പണം കിട്ടണം എന്നുള്ളതും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓടുന്നതൊക്കെ നമുക്ക് സെക്കൻഡറി ആയിട്ടൊക്കെ എടുക്കാം. ഇത് പ്രധാനമായും കോർപ്പറേഷനിലുള്ള സാധാരണക്കാരായ കൂലിപ്പണിക്കാരുൾപ്പെടെ ദൈനംദിനം കൂലി വാങ്ങിച്ച് ജോലി ചെയ്യുന്നവരും വീട്ടുജോലിക്ക് പോകുന്നവരും ഉൾപ്പെടെയുള്ളവർ കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പറഞ്ഞ ഒരു ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ KSRTയോടും സംസ്ഥാന സർക്കാരിനോടും പറയുന്നത്. നിരവധി ഇടറോഡുകളിൽ വലിയ ബസ് പോകില്ല, ആ ഇടറോഡുകൾ ചെറിയ ബസ്സേ പോവുള്ളൂ. അതിന് ബസ് ഇവിടെ ഉണ്ട്. അത് രാവിലെ ഒരു 6 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം ഒരു 3 മണി മുതൽ 8 മണി വരെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാർക്ക് അത് ഗുണപ്പെടും. ഇനി നെയ്യാറ്റിൻകര നെടുമങ്ങാട് ഭാഗത്തേക്ക് വലിയ ബസ് വിടാം. ഈ ഓട്ട് ടൈമിൽ അവർ ഉപയോഗിച്ചോട്ടെ. നെയ്യാറ്റിൻകര നെടുമങ്ങാട് ഭാഗത്തേക്ക് വലിയ ബസ് KSRTC വാങ്ങിച്ചു വിടാം. ഇടറോഡുകൾ ചെറിയ ബസ്സല്ലേ പോകുള്ളൂ. ഇതാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുവാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യം. ഇനി
മറ്റൊന്ന് 2024 സെപ്റ്റംബർ മാസം 7-ാം തീയതി മുൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ FB പോസ്റ്റാണ് എന്റെ കയ്യിലുള്ളത്. ഓക്കെ ഓക്കെ. അതിൽ പറയുന്നത്, ഞാൻ തിരുവനന്തപുരം നഗരസഭയുടെ പ്രഖ്യാപിത നയമാണ് കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്നത്. ഞങ്ങൾ ആദ്യം പറഞ്ഞ പോയിന്റ്, നഗരത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സുഗമവും കുറഞ്ഞ നിരക്കിലും ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടുത്തി 115 വൈദ്യുതി ബസ്സുകൾ KSRTC സ്വിഫ്റ്റിന് വാങ്ങി നൽകിയത്. നഗരസഭ സ്വിഫ്റ്റിന് വാങ്ങി നൽകിയതെന്നാണ് LDF മേയർ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഭാഗമായി രൂപം കൊടുത്ത ഒരു ത്രികക്ഷി കരാർ വ്യവസ്ഥ പ്രകാരമാണ്, ഇതാണ് ത്രികക്ഷി കരാർ, ഈ വൈദ്യുതി ബസ്സുകൾ സർവീസ് നടത്തേണ്ടത്. എന്നാൽ KSRTC ഈ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചതായാണ് പരിശോധനയിൽ കാണുന്നത്. ലംഘിച്ചു. നഗരപരിധി വിട്ടുള്ള സർവീസുകൾക്ക് നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ് ഉപയോഗിച്ചു എന്നതാണ് പ്രധാനമായും കാണുന്ന കരാർ ലംഘനം. നഗരസഭയുടെ പരിധിയും കഴിഞ്ഞ് സമീപ ജില്ലയിലേക്ക് വരെ നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ്സുകൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിലേക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നഗരസഭ പരാതി നൽകിയിട്ടുണ്ട്. സർക്കാർ തീരുമാനം വന്നതിന് ശേഷം തുടർ നടപടിയിൽ ഭരണസമിതി ആലോചിച്ച് തീരുമാനിക്കും. നഗരത്തിലെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാനും നഗരവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഫലപ്രദമായ പൊതുഗതാഗത സൗകര്യം ഒരുക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള വൈദ്യുതി ബസ്സുകളുടെ സേവനം ആ ആവശ്യത്തിന് തന്നെ ഉപയുക്തമാകുന്ന നഗരസഭ ഉറപ്പുവരുത്തും എന്ന് തുടങ്ങിയിട്ടാണ് ആര്യ രാജേന്ദ്രന്റെ 2024 സെപ്റ്റംബർ 7 ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോ LDFന്റെ മേയർ തന്നെയാണ് ഇക്കാര്യങ്ങൾ അന്ന് തന്നെ ഉന്നയിച്ചുകൊണ്ട്, അത് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴേക്കും ഈ കരാർ പാലിക്കും. ഞാനിപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നത് ഈ കരാർ പാലിക്കണം. LDF ഗവൺമെന്റിനോട് പറയുന്നത് LDF ഗവൺമെന്റ് ഒപ്പിട്ട കരാറാണ്. LDFന്റെ നഗരസഭ ഭരിച്ചിരുന്ന ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യമാണ്. മറ്റൊന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, ഒരു കത്ത് കൊടുത്താൽ 113 ബസ്സും 1 മണിക്കൂറിനുള്ളോ 24 മണിക്കൂറിനുള്ളോ തിരിച്ചു. ഞങ്ങൾക്ക് ആ പ്ലാൻ ഇല്ല. നീ മണ്ടനാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിന്റെ ബാറ്ററിയാണ്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിന്റെ ബാറ്ററി മാറ്റണം. ഇപ്പൊ എല്ലാ ബസ്സും ബാറ്ററി മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ബസ് വാങ്ങുന്നതിന്റെ 70% പൈസയും ബാറ്ററിക്കാണ്. ആ ബസ്സിന്റെ നല്ല കാലം മുഴുവൻ അത് ഏകദേശം ഓടിക്കഴിഞ്ഞു. ഇനി ആ 113 ബസ് തിരിച്ചെടുക്കാനായിട്ട് ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കണമെന്നോ ബസ് ഓടരുതെന്നോ മറ്റുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് യാത്ര ചെയ്യണ്ടെന്നുള്ള പോയിന്റ് ഒന്നുമില്ല. അങ്ങയുടെ ഗവൺമെന്റ് ഗതാഗത മന്ത്രി അങ്ങയുടെ മുന്നണിയുടെ നേതൃത്വം നഗരസഭയുമായിട്ട് ഒപ്പിട്ട കരാർ നടപ്പിലാക്കണം എന്ന് മാത്രം. ഇല്ലെങ്കിൽ വിശ്വാസ്യത പോകില്ലേ? 2 ജനാധിപത്യ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഒരു 100 പത്രത്തിലാണ് ഒപ്പിട്ടിരുന്ന കരാർ നടപ്പാക്കാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഭരണകൂടങ്ങളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും. ന്യായമായ ആവശ്യമില്ല. കോർപ്പറേഷൻ മേയർ ഉന്നയിക്കാതിരുന്നാൽ നാളെ ഈ കരാറുകൾ ഉണ്ടായിട്ട് മേയർ വന്നതിന് ശേഷം ശ്രദ്ധയിൽ പോലും പെടുത്തിയില്ലല്ലോ എന്നൊരു ചോദ്യം കൗൺസിലർമാർ പൊതുസമൂഹം ചോദിച്ചാൽ KSRTC റവന്യൂ ഷെയർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിലും ഞങ്ങൾക്ക് ഉന്നയിക്കണം. അടുത്ത നടപടിയിലേക്ക് പോകണം. എന്തായാലും ഇത് തക്കുത്തരം പറയാനോ കുസ്തി മത്സരത്തിനോ ഒന്നും അല്ല ഞങ്ങൾ വിഷയമില്ല. അതിനൊന്നുമില്ല. ജനങ്ങളുടെ ഇടയിൽ നിന്ന ആവശ്യം ന്യായമായ ആവശ്യമാണെന്ന് ഒരു ചെറിയ ചർച്ചയൊക്കെ നടത്തിയപ്പോൾ തോന്നിയത് ഉന്നയിച്ചു. അടുത്ത സ്റ്റെപ്പ് പിന്നെ നോക്കാം. മറ്റൊന്ന് ഇപ്പൊ ഇങ്ങനെ വന്ന പശ്ചാത്തലത്തിൽ 113 ബസ് ഞങ്ങൾക്ക് തരാം, KSRTC സ്റ്റാൻഡിൽ ഇടാൻ പറ്റില്ല എന്നൊക്കെ വാർത്തകളുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട്. ബസ്സുകൾ KSRTC സ്റ്റാൻഡിൽ തന്നെ ഞങ്ങൾ കിടക്കുള്ളത് ബസ്സുകൾ നിർബന്ധമൊന്നുമില്ല. കോർപ്പറേഷൻ ഇഷ്ടംപോലെ സ്ഥലം അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ 100 1000 ബസ്സൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ കോർപ്പറേഷൻ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ആലോചനയൊന്നുമില്ല. അങ്ങനെയുള്ള ആലോചന പേടിയാണ്, കുറച്ച് പേടി. ഇനി വേറെ ഒരു സാഹചര്യത്തിൽ പുതിയൊരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ അനുഭവം മുൻനിർത്തിക്കൊണ്ട് ഈ കരാർ എഴുതി വെച്ചിട്ട് കരാർ ലംഘിച്ച അനുഭവം മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുപക്ഷെ കൗൺസിൽ ചർച്ച ചെയ്യാനുള്ള അധികാരം കൗൺസിലിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. കാരണം ബസ് നടത്തുന്നത് സ്വകാര്യ വ്യക്തികൾ തന്നെ 100 കണക്കിന് ബസ് ഓടിക്കുന്നില്ലേ? സ്വകാര്യ വ്യക്തികൾ തന്നെ 1-2 ബസ് വാങ്ങിയ വ്യക്തികൾ 100 കണക്കിന് ബസ്സുകൾ ഓടിച്ച് വിജയകരമായി മുന്നോട്ട് പോകുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. പുതിയ ബസ്സൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ സൗജന്യമായി നാടിന്റെ വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. പറയാനുള്ളത് മറ്റൊന്നൊരു ചാനൽ വാർത്തയായിട്ട് കണ്ടത് നെയ്യാറ്റിൻകരയും നെടുമങ്ങാടും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ വരണ്ടേ? അങ്ങനെ നമ്മൾ പറഞ്ഞില്ല. ഞാൻ നെടുമങ്ങാടുള്ളതാണ്. ഞാൻ KSRTC ബസ്സിൽ യാത്ര ചെയ്ത് പഠിക്കാൻ പോവുകയും കോടതിയിലൊക്കെ പോയിട്ടുള്ള ആളാണ്. സത്യം. നെയ്യാറ്റിൻകരയും നെടുമങ്ങാടും ഒക്കെ ഉള്ള ആൾക്കാർക്ക് പോകണം. അതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ വലിയ ബസ് വിടുന്നതായിരിക്കും. കൂടുതൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു 150 ബസ്
ഈ 113 എടുത്താൽ വെല്ലുവിളിക്കാനും നമ്മളില്ല, വെല്ലുവിളിക്കാനല്ല ജനങ്ങൾ. അദ്ദേഹം എന്നെക്കാൾ കൂടുതൽ തെരഞ്ഞെടുപ്പിന് ജയിച്ചിട്ടുള്ള, ഞാൻ ആദ്യമായിട്ടാണ് രണ്ടാമതായിട്ട്. അതന്നെ പ്രശ്നം, നീ ആദ്യമായിട്ട് ജയിക്കുന്നതാണ് പ്രശ്നം. അദ്ദേഹം എന്നെക്കാൾ വളരെ മുമ്പ് എന്റെ ചെറുപ്രായത്തിൽ തന്നെ ജയിക്കുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ആളാണ്. വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്നെക്കാൾ കൂടുതൽ ജനങ്ങളുടെ വികാരം അറിയാം. അദ്ദേഹം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ കയ്യിലാക്കി ജയിച്ചു വന്ന ആളാണ്. അതുപോലുള്ള ജനങ്ങളുടെ വികാരം ജനപ്രതി എന്നുള്ളതിലേക്ക് എന്റെ ഒരു കൗൺസിലറുടെ ഒരു മേയറുടെ ഉത്തരവാദിത്തമാണ് പറഞ്ഞത്. ഇനി ഇപ്പൊ പറഞ്ഞു 113 ബസ്സുകൾ തിരിച്ച് കോർപ്പറേഷൻ എടുത്താൽ 150 ബസ്സുകൾ KSRTC പിറ്റേ ദിവസം നിരത്തിലിറക്കും എന്നുള്ള വാർത്ത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 150 ബസ്സുകൾ ഇറക്കി നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കട്ടപ്പനയൊക്കെ വിട്ടിട്ട് ഈ 113 സിറ്റിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും. ഇവിടുത്തെ ആൾക്കാർക്ക് യാത്രയും പോകാം, പിന്നെ നമുക്ക് കോർപ്പറേഷന് കൂടെ അതിന്റെ പൈസയും കിട്ടും, നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആവും. മറ്റൊന്ന്, ഈ ബസ്സുകൾ നഷ്ടമെന്നാണ് പറയുന്നത്. അല്ല, ഈ ബസ്സുകളുടെ വരുമാനവും KSRTCയുടെ മറ്റുള്ള ബസ്സുകളുടെ വരുമാനവും ഒരുമിച്ച് കണക്കൂട്ടുമ്പോഴാണ് നഷ്ടം വരുന്നത്. മാത്രം വരുമാനം എടുത്തിട്ട് ഇപ്പൊ 2 വർഷത്തെ വരുമാനം കൂട്ടി എവിടെയാ നഷ്ടം എന്ന് പറയട്ടെ. അവിടെ നിന്ന് പറഞ്ഞ പണവും KSRTCയുടെ മറ്റുള്ള ഡീസൽ ബസ്സുകൾ ഓടുന്ന പണവും എല്ലാം കൂടി ഒരുമിച്ച് അക്കൗണ്ടിലാക്കിയിട്ട് കണക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നഷ്ടമായിരിക്കും. ഓക്കെ, എന്താണ് ഇതെന്തിനാണ് ചിരിച്ചിട്ട് പൊട്ടന് എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അതായത് വന്നിട്ട് ഒരാഴ്ച പോലും ആയില്ല, അതിൻ്റെ ഇടയിൽ കണക്കും കൈയും പൈസ. പൊട്ടനെന്ന് പറഞ്ഞാൽ ലോക പൊട്ടനാണെന്ന് ഇവന്. അതായത് ഒരു അധികാരത്തിലിരിക്കുമ്പോൾ ഒന്ന് ഇരിക്കുക, ഇരുന്നിട്ട് എന്താണ് സംഭവം ഒന്ന് പഠിക്കുക. ചങ്ങായി പുതിയ ആളാണ്, ചങ്ങായിക്ക് ഒന്നാമത് വിദ്യാഭ്യാസമില്ല, ചങ്ങായിക്ക് മേയറുടെ പണി എന്തെന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള ചങ്ങായി എന്ത് ചെയ്യണം? ഒരാഴ്ച 2 ആഴ്ച പഠിക്കണം. എന്താണ് മേയർ, കോർപ്പറേഷൻ മേയർ ആയാൽ എന്തൊക്കെ പണിയെടുക്കണം, അതൊക്കെ പഠിച്ച് നല്ല രീതിയിൽ സ്റ്റഡി ആയതിനു ശേഷം നിയമ പുസ്തകത്തിലെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഒന്നായിട്ട് കൊണ്ട് ഇത് ബള 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 എന്ന് പറഞ്ഞാൽ ഇതാണ് ഗണേഷ് കുമാർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഞാൻ ഗണേഷ് കുമാറിനെ തെറി വിളിക്കുന്ന ഒരാൾ, എനിക്ക് ഗണേഷ് കുമാറിനെ പേഴ്സണലി ഇഷ്ടമില്ല. എന്നാലും ഒരു കാര്യം പറയുകയാണ്, അയാളൊരു മന്ത്രിയാണ്, അയാൾ ഇന്നലെ പറഞ്ഞ കാര്യം ക്ലിയർ ആണ്. അയാൾ വന്ന് പറഞ്ഞത് ഈ ഈ പൊട്ടൻ എന്നല്ലാതെ പിന്നെ ഞാനല്ല വിളിക്കുന്നത്, കുറേ പേര് കമന്റ് ഇട്ടാണ് ഈ രാജേഷിനെ പൊട്ടൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഓന് പറഞ്ഞല്ലോ. അപ്പോൾ ഗണേഷ് കുമാർ പറയുകയാണ്, ഇപ്പൊ തന്നെ തരാം നിന്റെ ബസ്. ചങ്ങായി പേടിച്ചിട്ട് വേണ്ട 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 എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ രാജേഷിനോട് ഒരു കാര്യം പറയുകയാണ്, രാജേഷേ എന്തിനാണ് രാജേഷേ ഒരു അധികാരം കിട്ടിയപ്പോൾ ഒരു 5 വർഷം നീ ഭരിക്കുന്നതാണ്, എന്തിനിത്ര ഇത്? നിനക്ക് ഇഷ്ടംപോലെ സമയമുണ്ടെന്നേ, നല്ലൊരു സ്റ്റഡി ആയി പഠിച്ചൊരു ക്വാളിറ്റിയിൽ നിന്നെപ്പോലുള്ള നീയൊക്കെ ഒരു മേയറാണ്. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് ജനങ്ങൾക്കൊരു ആത്മവിശ്വാസം വേണം, കുറച്ച് ക്വാളിറ്റിയിൽ ഒരു അന്തസ്സായിട്ടൊക്കെ സംസാരിക്കണം. എന്താണ് ഇതിപ്പോൾ BJP-കാരനെ പുച്ഛിക്കുകയാണ്, ഇവനെയാണോ മേയറാക്കിയത്? അതായത് കമൻറ്റ് നീ നോക്കിയാൽ മതി, ഏഷ്യാനെറ്റിൽ വരുന്നതും റിപ്പോർട്ടറിൽ വരുന്നതും ജനൻ TV-യിലടക്കം ചിരിച്ച് കമൻറ്റ് ഇടുന്നുണ്ട്. പിന്നെ എന്താണ്? അപ്പോൾ ഞാൻ ഏതായാലും വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടാൻ വരാം. ഓക്കെ, ബൈ.